ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCS 183ൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷനിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ റോളാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം. ഒരു ബിസിനസ് സ്ഥാപനമായിരിക്കുമ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ, അല്ലെങ്കിൽ അവിടെയുള്ള സബോർഡിനേറ്റ്സ്, അവിടുത്തെ വർക്കേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ B2B ബിസിനസ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുവാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇമെയിലിങ്, വീഡിയോ കോൺഫറൻസിങ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻ്റായിട്ട് നടക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസും സോഫ്റ്റ്വെയർസും ഒക്കെയാണ് സൂം, ഇമെയിൽ, അതുപോലെ ഗൂഗിൾ മീറ്റ്, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻ്റായിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്നു. നെക്സ്റ്റ് മാർക്കറ്റിംഗ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പ് വളരെയധികം അതിലുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അതിനെ എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള അഡ്വർടൈസിങ് ചെയ്യും. കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, കമ്പ്യൂട്ടറിൻ്റെ സപ്പോർട്ടോടുകൂടി ഡിജിറ്റൽ അഡ്വർടൈസിങ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, കണ്ടൻറ് ക്രിയേഷൻ, ഇതൊക്കെ ചെയ്യും. സോഫ്റ്റ്വെയർ ലൈക്ക് അഡോബ്, അതുപോലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് അതിനെ നല്ലപോലെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യും. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സും അതിൻ്റെ സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു. നെക്സ്റ്റ് അക്കൗണ്ടിങ്. ഒരു സ്ഥാപനത്തിൻ്റെ ഇയർലി കണക്കുകൾ അല്ലെങ്കിൽ മന്ത്ലി ഉള്ളതൊക്കെ നമ്മൾ അക്കൗണ്ടിങ് സാധാരണഗതിയിൽ മുൻപൊക്കെ പേപ്പറിൽ, നോട്ട്ബുക്കിൽ, ലെഡ്ജറിൽ എഴുതി അത് മാസാവസാനം അതിൻ്റെ കണക്കുകളൊക്കെ എടുക്കലായിരുന്നു. പക്ഷേ ഇപ്പം കമ്പ്യൂട്ടേഴ്സിൻ്റെ വരവോടുകൂടി അതിനകത്ത് അക്കൗണ്ടിങ് ഒക്കെ കുറച്ചുകൂടെ എളുപ്പമായി. ലൈക്ക് സോഫ്റ്റ്വെയർസായ ടാലി, ക്വിക്ക് ബുക്ക്, സാപ്പ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ടിങ് കാര്യങ്ങൾ ചെയ്യാനും ഓഡിറ്റിങ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായി. നെക്സ്റ്റ് സ്റ്റോറേജും. ഈ ബിസിനസ്സിൽ നടക്കുന്ന ഡാറ്റാസുകളൊക്കെ ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവിലോ ഒക്കെ ഡാറ്റാസുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ ഇപ്പം പുതിയ എന്തെങ്കിലും ടെക്നോളജി വരികയോ എന്തെങ്കിലും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കേഴ്സിന് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അത് എഡ്യൂക്കേഷണൽ പർപ്പസ് നമുക്ക് കമ്പ്യൂട്ടർ വഴി ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നൽകിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നു. അടുത്ത റിസർച്ചും. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് റിസർച്ച്. എന്താണ് കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ഡിസയർ എന്താണ്. അപ്പം അതിനൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഡാറ്റ അനലൈസ് ഏറ്റവും കൂടുതൽ ഈ റീസെൻ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഡാറ്റ അനലൈസിങ്. അപ്പം ഡാറ്റ അനലൈസ് നടത്താൻ വേണ്ടി അതിൻ്റെ ടൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് കമ്പ്യൂട്ടേഴ്സ് ഇൻ സൊസൈറ്റി. അഗ്രികൾച്ചർ എന്ന് പറയുമ്പം കമ്പ്യൂട്ടേഴ്സിൻ്റെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ തന്നെ നമുക്ക് ഒരു ഒരു സോയിൽ, അതിൻ്റെ മണ്ണിൻ്റെ ഫലപുഷ്ടി, അതുപോലെ എപ്പോഴാണ് ഏത് മന്തിലാണ് കൃഷി ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിലുള്ള കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനൊക്കെയുള്ള നമുക്ക് അതിൻ്റെ ഡാറ്റാസൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള പലതരം സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസും വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അത് കുറച്ചുകൂടി നമ്മളെ എഫിഷ്യൻ്റായി കാര്യങ്ങൾ ഒരു കൾട്ടിവേഷൻ ചെയ്യുന്ന ഒരു ഫാർമറിന് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഏത് ക്രോപ്സ് ആണ് ചെയ്യേണ്ടത്, ഏത് ഏതുതരം കൃഷിയാണ് ഇന്ന് മണ്ണിൽ ചെയ്യാൻ പറ്റുക, എത്രത്തൊക്കെ ഇതിന് ടൈം എടുക്കും, അതിൻ്റെ മണ്ണിൻ്റെ ഫലപുഷ്ടി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാൻ പല സോഫ്റ്റ്വെയർസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പം ഒരു പേഷ്യൻറ്റിൻ്റെ അയാളുടെ എല്ലാ ഡാറ്റാസുകളും സ്റ്റോർ ചെയ്ത് വെക്കാനും, അതുപോലെ നമ്മളിപ്പം CT സ്കാന് അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുന്നതിനൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ആശ്രയിച്ചാണ്. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ്. നമ്മൾ ട്രാഫിക് മാനേജ്മെൻറ്റിൽ ഇപ്പം നാവിഗേഷൻ നമ്മൾക്കിപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ ലൊക്കേഷനൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിലൊക്കെ കമ്പ്യൂട്ടേഴ്സും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കൊരു ഫോണിൽ ലൊക്കേഷൻ GPS ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ലൊക്കേഷൻ ഇട്ട് നമുക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറാസും മോണിറ്റേഴ്സും ട്രാഫിക് മാനേജ്മെൻറ്റിൽ ഇത് കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് അഡ്മിനിസ്ട്രേഷൻ. കമ്പ്യൂട്ടേഴ്സ് വഴി അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമുകൾ ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്യാൻ വേണ്ടി
പറ്റുന്നുണ്ട്. ലൈക്ക് എന്താണ് administration through online services, e-government platforms, data analytics, making government services more accessible and responsive. നമ്മൾക്കിപ്പം നമ്മളൊരു ഫയറൊന്നും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ എന്താ പറയുക നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് എന്താണ് സോഫ്റ്റ് കോപ്പി മതിയാകും. ഇപ്പം നമുക്ക് ഇപ്പോഴും ആധാർ കാർഡൊക്കെ എടുത്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആധാറൊക്കെ നമുക്കതിൻ്റെ എന്താ പറയുക അതിൻ്റെ സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ അതിൻ്റെ സോഫ്റ്റ് കോപ്പി കിട്ടും. അങ്ങനെയുള്ള പല തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അടുത്തത് റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇവിടെ പറയുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നടത്താൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയർ ലൈക്ക് എന്താണ് ഓവർഫ്ലോവോ അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട്സോ ഇല്ലാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് അതിന് എഫിഷ്യൻ്റായ രീതിയിൽ അതിൻ്റെ കറക്റ്റ് ട്രാക്കിങ് എന്താണ് QR കോഡൊക്കെ വെച്ച് അതിൻ്റെ കോഡൊക്കെ വെച്ച് കറക്റ്റ് ട്രാക്ക് ചെയ്ത് സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് എന്താ പറയുക ഡിജിറ്റലായിട്ട് നമ്മൾക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കിട്ടുന്നു. നെക്സ്റ്റ് ഈസിയർ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിങ്ങും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സൊക്കെ കീപ്പ് ചെയ്യുന്നു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വഴിയൊക്കെ. അടുത്തത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഒരു പ്രൊഡക്റ്റിന് നമ്മൾ റിസർച്ച് ചെയ്യുന്നതിലൂടെ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ബഡ്ജറ്റ് നമുക്ക് ഇടാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ട്രെൻഡ് എന്താണ്, ഫ്യൂച്ചർ ട്രെൻഡാണ് പ്രൊജക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് മോഡൽ വേരിയസ് ഫിനാൻഷ്യൽ സിനാരിയോസ്. ഇതൊക്കെ വെച്ച് അതിൻ്റെ ഒരു റിസർച്ച് നടത്തിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റിന് എങ്ങനെ ബഡ്ജറ്റ് ചെയ്യാം, അതിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങും നടത്താൻ സാധിക്കുന്നു. അടുത്തത് സ്റ്റോറേജ്. ബിസിനസ് ഡാറ്റ ഒരുപാട് സങ്കീർണമായ ഒരുപാട് വലിയ ഡാറ്റാസിലൊക്കെ നമുക്ക് എന്താണ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലൗഡ് സ്റ്റോറേജും അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പ്യൂട്ടേഴ്സിലായാലും നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു ഡാറ്റാസുകളൊക്കെ. അടുത്ത എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. കമ്പ്യൂട്ടേഴ്സ് എൻഹാൻസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ബൈ ഓട്ടോമേറ്റിംഗ് റുട്ടീൻ ടാസ്ക് ആൻഡ് ഒപ്റ്റിമൈസിങ് വർക്ക് ഫ്ലോ. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കമ്പ്യൂട്ടേഴ്സ് എനാബിൾ ചെയ്യുന്നുണ്ട്. എന്താ പറയുക നമ്മുടെ ബിസിനസ് പ്രോസസ്സിലൊക്കെ ഇപ്പോൾ പുതിയ ടെക്നോളജികൾ വരുന്നതും ഒക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ നമ്മുടെ ഓപ്പറേഷനിലെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ സ്ട്രീംലൈൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ B2B അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ ഓർഗനൈസേഷനും കസ്റ്റമേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എഫിഷ്യൻ്റായിട്ട് നടക്കാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ലൈക്ക് ഇമെയിൽ, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, വീഡിയോ കോൺഫറൻസിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അടുത്തത് മാനേജിങ് കസ്റ്റമേഴ്സ് പാർട്ട്ണർ റിലേഷൻഷിപ്പ്. കസ്റ്റമറിൻ്റെയും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെയും റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, ഇവിടെ പറഞ്ഞത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് CRM സിസ്റ്റം ഹെൽപ്പ് ബിസിനസ് മാനേജ് ഇൻറ്ററാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സിനോടും കസ്റ്റമേഴ്സിനോടും എന്താണ് ബിസിനസ്സിന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. കമ്പ്യൂട്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു, സപ്പോർട്ട് ട്രാക്കിംഗ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ട്രാക്ക് ചെയ്യുന്നു, മാനേജിങ് സെയിൽസ് ലീഡ്സ് ആൻഡ് അനലൈസിങ് കസ്റ്റമർ ബിഹേവിയർ, എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണെന്നൊക്കെ അവരൊക്കെ അനലൈസ് ചെയ്യാൻ വരുന്നതിന് വേണ്ടിയൊക്കെ അങ്ങനെ അതിലൂടെയൊക്കെ എൻഹാൻസിങ് എന്താണ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എൻഹാൻസ് ചെയ്യും, ഇംപ്രൂവ് കസ്റ്റമർ സർവീസസ് ആൻഡ് ഡിറൈവ് സെയിൽസ് ഗ്രോത്ത്. അതിലൂടെ നമുക്ക് കസ്റ്റമറിൻ്റെ സ്വഭാവം എന്താണ്, അവരുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സെയിൽസ് ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. അടുത്ത കമ്പ്യൂട്ടേഴ്സ് റോൾ ഇൻ ഓൺലൈൻ ബിസിനസ് നമുക്ക് ഇപ്പോൾ പരിചയമായൊരു കാര്യമാണ്. വെബ്സൈറ്റ് മാനേജ്മെൻറ്റ്. കമ്പ്യൂട്ടർ സപ്പോർട്ട് ദ ക്രിയേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എൻഷുറിങ്. വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ ഇ-കൊമേഴ്സ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, അതുപോലെ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്, നമ്മൾ ഹാൻഡ്ലിങ് സെക്യൂർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, പേയ്മെൻറ്റൊക്കെ സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, ഡാറ്റ അനലിറ്റിക്സ്, അതുപോലെ ഇൻവെൻട്രി ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റ്, ഓട്ടോമാറ്റിക് ഇൻവെൻട്രി ട്രാക്കിംഗ്. നമ്മളൊരു ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ് എൻഷുറിങ് ആക്യുറസി, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. കമ്പ്യൂട്ടേഴ്സ് റോളിങ് ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഓൺലൈൻ ബാങ്കിങ്ങിന് വരുന്നത് ഇലാസ്റ്റിക് മണി, നമുക്കറിയാം എന്താണ്
ഡെബിറ്റ് കാർഡ്, അതുപോലെ ഇലാസ്റ്റിക് മണി ലൈക്ക് ഡിജിറ്റൽ വാലറ്റ് ആൻഡ് മൊബൈൽ പേയ്മെൻറ്റ്സ്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഇതൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് എങ്ങനെയൊക്കെയാണ് ഓൺലൈൻ ബാങ്കിങ്ങിൽ എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതിനോട് പറഞ്ഞു. ഇലാസ്റ്റിക് മണി, അതുപോലെ സെൽഫ് എൻക്വയറി ഫെസിലിറ്റി. ഇവിടെ സെൽഫ് എൻക്വയറി ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ആക്സസ് ടു അക്കൗണ്ട് ഇൻഫർമേഷൻ, അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ടാകുന്നു. റിമോട്ട് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് യൂസേഴ്സ് ടു കണ്ടക്ട് ബാങ്കിങ് ആക്ടിവിറ്റീസ് വഴിയ ഓൺലൈൻ വഴി അവരുടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുന്നു, മൊബൈൽ വഴിയോ കമ്പ്യൂട്ടേഴ്സ് വഴിയോ. അടുത്ത സിഗ്നേച്ചർ റിട്രീവൽ ഫെസിലിറ്റി. ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോർ സെക്യൂർ ട്രാൻസാക്ഷൻ ആൻഡ് ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ ഫോർ ക്വിക്ക് സർവീസ്. സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് മാനേജ്ഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് എൻഷുർ ദാറ്റ് ബാങ്കിങ് ഇൻഫർമേഷൻ ഇസ് റെഡിലി അവൈലബിൾ. അടുത്തത് ഫിനാൻഷ്യൽ ട്രേഡിംഗ്. കമ്പ്യൂട്ടർ സപ്പോർട്ട്സ് ഫിനാൻഷ്യൽ ട്രേഡിംഗ് ബൈ പ്രൊവൈഡിംഗ് പ്ലാറ്റ്ഫോം ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ്. ഫിനാൻഷ്യൽ ട്രേഡിംഗ് എന്ന് പറയുമ്പം കമ്പ്യൂട്ടേഴ്സ് നമുക്ക് സെക്യൂരിറ്റീസ് വെക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയും അത് ഡിസ്പ്ലേയും ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ്, മാർക്കറ്റ് ട്രെൻഡ്സ്, ഇക്കോണമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നൽകുന്നു. ഹെൽപ്പിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു മേക്ക് ഇൻഫോം ഡിസിഷൻസ്. അവരെ ഇൻവെസ്റ്റേഴ്സിനെ ഇൻഫോം ചെയ്യുന്നു. അതുപോലെ ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. കമ്പ്യൂട്ടേഴ്സ് ഓർഗനൈസ് ചെയ്യും ഡാറ്റാസ്, ലാർജ് വോളിയത്തിലുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസ് അനലൈസ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് ഡാറ്റ സ്റ്റോറേജ് കൺവെയൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പം computers network are essential for connecting computers and devices, enabling efficient communication, data sharing. കമ്പ്യൂട്ടേഴ്സും മറ്റുള്ള ഡിവൈസുകളും കണക്ട് ചെയ്യുകയും ഡാറ്റ ഷെയറിങ്, കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നടത്തുന്നത് നെറ്റ്വർക്കിങ്ങിലൂടെയാണ്. അപ്പം ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ കണക്ട്സ് ഡിവൈസ് വിത്തിൻ വെരി ഷോർട്ട് റേഞ്ച്. വളരെ ചെറിയൊരു സ്ഥലത്തു നിന്ന് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ബ്ലൂടൂത്ത് ആണ്. അടുത്ത ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്ന് പറയുന്നത് ഡിവൈസസ് വിത്തിൻ ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നതാണ് ലാൻ എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് ഇൻ ഹോംസ് ആൻഡ് ബിസിനസ്സിലും അല്ലെങ്കിൽ ഒരു വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണിത്. ഷെയർ റിസോഴ്സ് ലൈക്ക് പ്രിൻറ്റേഴ്സ്, ഫയൽസ്. അടുത്ത മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ മാൻ. ഒരു സ്ഥലത്ത് ലൈക്ക് എ മാൻ കവേഴ്സ് ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ദാൻ എ ലാൻഡ് ബട്ട് സ്മോളർ ദാൻ വാൻ സച്ച് എ സിറ്റി ഓർ ലാർജ് ക്യാമ്പസ്. ലൈക്ക് നമ്മളിപ്പം ഒരു വില്ലേജിൽ മൊത്തം ഒരു ലോക്കൽ കേബിൾ കണക്ഷൻ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. A WAN span broad geographical area including cities, countries or even continents. അഥവാ നെറ്റ് നമ്മൾ ഗ്ലോബലി യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. എല്ലായിടത്തും ജിയോഗ്രഫിക്കലി വേൾഡ് വൈഡ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അതിനെയാണ് കണക്ട് ചെയ്യുന്നതിനെയാണ് വാൻ എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്കാണ്. എക്സാമ്പിൾ നെറ്റ്വർക്കാണ്. A HAN specific type of LAN used in a residential setting connects various devices within a home. ഒരു വീടിനകത്തുള്ള പല ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ഹാൻ എന്ന് പറയുന്നത്. ലൈക്ക് കണക്ട് ഹോം ഡിവൈസ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് TVs ആൻഡ് ഡിവൈസസ്, IoT ഡിവൈസസ്. അപ്പോൾ അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഓവർകമ്മിങ് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്. ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസിനെ ഓവർകം ചെയ്ത് എല്ലാത്തിനെയും യൂണിറ്റിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻസും ഡാറ്റ ഷെയറിങ്ങും ഒക്കെ വളരെയധികം എഫിഷ്യൻ്റായിട്ട് നടത്താൻ വേണ്ടി ഈ നെറ്റ്വർക്ക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിമോട്ട് വർക്ക്, കണക്ടിവിറ്റി ഓഫ് സപ്പോർട്ട് ഓഫ് റിമോട്ട് വർക്ക്, നമുക്കിപ്പോൾ എവിടെ ഇരുന്നിട്ടും ഓൺലൈനിൽ വർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് അലോയിങ് ഇൻഫർമേഷൻ ഷെയറിങ്. നമുക്ക് ഇൻഫർമേഷനൊക്കെ നമുക്ക് എവിടത്തേക്കും ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു വഴിയൊരുക്കുകയാണ്. അതുപോലെ സപ്പോർട്ടിങ് ഡിസ്ട്രിബ്യൂട്ട് പ്രോസസ്സിങ് അലോയിങ് ടാസ്ക്
be divided and executed across multiple computers in network. This capability enhances computation power, improves performance and supports complex application and services. Distributed പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്യാണ്. അപ്പം ഈ ചാപ്റ്റർ അധികം പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചും നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഒരു പാഠാണിത്.